എല്ലാവർക്കും PSC നോളജ് 2.0 സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അസ്ഥിവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, ചലനം സാധ്യമാകുന്നത് എങ്ങനെയാണ് ചലനം സാധ്യമാകുന്നത്? അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനം സാധ്യമാകുന്നത്. അസ്ഥികൾ ഏതെല്ലാം സംയുക്തങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും കൊണ്ടാണ് അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. കാൽസ്യം ഫോസ്ഫേറ്റ്, കാൽസ്യം കാർബണേറ്റ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകം ഏതാണ്? അത് കാൽസ്യമാണ്. അസ്ഥികളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ലോഹമൂലകമാണ് കാൽസ്യം. അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാരണമായ മൂലകങ്ങൾ. ഇനി അസ്ഥികളുടെ വളർച്ചയ്ക്ക് കാരണമായ മൂലകം ഏതെന്ന് ചോദിച്ചാൽ കാൽസ്യവും ഫോസ്ഫറസുമാണ് അസ്ഥിയുടെ വളർച്ചയ്ക്ക് കാരണമായ മൂലകങ്ങൾ. അസ്ഥിയുടെ കാഠിന്യത്തിന് കാരണമായ പദാർത്ഥം ഏതാണ്? അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണമായ പദാർത്ഥം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥിയുടെ കാഠിന്യത്തിന് കാരണം, കാൽസ്യം ഫോസ്ഫേറ്റ്. എന്നാൽ അസ്ഥിയുടെ വളർച്ചയ്ക്ക് കാരണവും കാൽസ്യവും ഫോസ്ഫറസും അസ്ഥിയുടെ വളർച്ചയ്ക്ക്. കാഠിന്യത്തിനാണെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റ്. എന്നാൽ അസ്ഥിയിൽ കൂടുതലുള്ള ലോഹമൂലകം എന്ന് ചോദിച്ചാൽ ഏതാണ്? കാൽസ്യം. അസ്ഥികൾ ഏതെല്ലാം സംയുക്തങ്ങൾ ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റും കാൽസ്യം കാർബണേറ്റും. ചലനം സാധ്യമാകുന്നത് എങ്ങനെയാണ്? അസ്ഥികളും പേശികളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ചലനം സാധ്യമാകുന്നത്. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്ര ശതമാനമാണ്? അസ്ഥികളിലെ ജലത്തിന്റെ അളവ് എത്രയാണ്? 25%. അസ്ഥികളിലെ ജലത്തിന്റെ അളവ് 25%. മനുഷ്യനിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. എന്നാൽ നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം 300. മനുഷ്യനിൽ ആകെ 206 അസ്ഥികളുണ്ട്, നവജാത ശിശുക്കളിൽ 300 അസ്ഥികളുമുണ്ട്. ഇനി വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം കുറയാൻ കാരണം എന്താണ്? വളർന്നു വരുമ്പോൾ അസ്ഥികളുടെ എണ്ണം എന്ത് ചെയ്യും? കുറയും. കാരണം ഈ കാലഘട്ടത്തിൽ പല അസ്ഥികളും പരസ്പരം സംയോജിക്കുന്നു. ഈ കാലഘട്ടത്തിൽ എന്താണ്? പല അസ്ഥികളും പരസ്പരം സംയോജിക്കുകയും നമ്മുടെ ശരീരത്തിൽ അസ്ഥികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്നു. അസ്ഥികളുടെ സ്ഥാനം അനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ 2ആയി തിരിച്ചിട്ടുണ്ട്. അസ്ഥികളുടെ സ്ഥാനം അനുസരിച്ച് മനുഷ്യാസ്ഥികൂടത്തെ 2ആയിട്ട് നമുക്ക് തിരിക്കാം. ഏതൊക്കെയാണ്? അക്ഷാസ്ഥികൂടവും അനുബന്ധാസ്ഥികൂടവും. ഇനി അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളുണ്ട്. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. അപ്പൊ അനുബന്ധാസ്ഥികൂടത്തിൽ എത്രയാണ്? അനുബന്ധാസ്ഥികൂടത്തിൽ എത്രയാണെന്ന് വെച്ചാൽ എത്രയാണ്? 126. അക്ഷാസ്ഥികൂടത്തിൽ 80ഉം അനുബന്ധാസ്ഥികൂടത്തിൽ 126. അപ്പൊ അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29. തലയോട്ടിയിൽ എത്ര അസ്ഥിയുണ്ട്? 29. തലയോടിന്റെ ഭാഗമായ യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹയോയിഡ്. തലയോടിന്റെ ഭാഗമായിട്ടുള്ള യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹയോയിഡ്. ഒരു അസ്ഥി മാത്രമുള്ള അക്ഷാസ്ഥികൂടത്തിലെ ഭാഗമാണ് മാറെല്ല്. ഒരു അസ്ഥി മാത്രമുള്ള അക്ഷാസ്ഥികൂടത്തിലെ ഭാഗം ഏതാണ്? മാറെല്ല്. അപ്പൊ മാറെല്ലിന് ഒരു അസ്ഥി മാത്രമേ ഉള്ളൂ. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 80. അക്ഷാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം 80. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 29. തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം 29. തലയോടിന്റെ ഭാഗമായ യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹയോയിഡ്. തലയോടിന്റെ ഭാഗമായ യു ആകൃതിയിലുള്ള അസ്ഥിയാണ് ഹയോയിഡ്. ഒരു അസ്ഥി മാത്രമുള്ള അക്ഷാസ്ഥികൂടത്തിലെ ഭാഗമാണ് മാറെല്ല്. മാറെല്ലിന് ഒരു അസ്ഥി മാത്രമേ ഉള്ളൂ. ഇത് അക്ഷാസ്ഥികൂടത്തിന്റെ ഭാഗവും കൂടിയാണ് മാറെല്ല്. വാരിയെല്ലിലെ ആകെ അസ്ഥികൾ 24. വാരിയെല്ലിലെ ആകെ അസ്ഥികൾ എത്രയാണ്? 24. എത്ര ജോഡി വാരിയെല്ലുകളാണ് മനുഷ്യനുള്ളതെന്ന് വെച്ചാൽ 12 ജോഡി. എത്ര ജോഡി വാരിയെല്ലുകളാണ് മനുഷ്യനുള്ളതെന്ന് വെച്ചാൽ 12 ജോഡി. നമ്മുടെ ശ്വാസകോശം, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന അസ്ഥികളാണ് വാരിയെല്ലുകൾ. ശ്വാസകോശത്തെയും ഹൃദയത്തെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 'അസ്ഥികളാണ് വാരിയെല്ലുകൾ. ശ്വാസകോശത്തെയും ഹൃദയത്തെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 'അസ്ഥികളാണ് വാരിയെല്ലുകൾ. 'ശ്വാസകോശത്തെയും ഹൃദയത്തെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 'അസ്ഥികളാണ് വാരിയെല്ലുകൾ. 'ശ്വാസകോശത്തെയും ഹൃദയത്തെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 'അസ്ഥികളാണ് വാരിയെല്ലുകൾ.
നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം. ഇനി നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 26. അപ്പൊ നട്ടെല്ലിലെ അസ്ഥികളുടെ എണ്ണം 26. നവജാത ശിശുവിന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം 33. നവജാത ശിശുവിന്റെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം ചോദിച്ചാൽ 33. നട്ടെല്ലിലെ ആദ്യത്തെ കശേരു ഏതാണ്? അറ്റ്ലസ്. നട്ടെല്ലിലെ ആദ്യ കശേരു അറ്റ്ലസ്. അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നവ ഏതൊക്കെയാണ്? അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നത് കൈകൾ, കാലുകൾ, തോൾവലയം, ശ്രോണീവലയം എന്നിവയിലെ അസ്ഥികളൊക്കെ നമ്മൾ അനുബന്ധാസ്ഥികൂടത്തിൽ വരുന്നവയാണ്. ഒരു കൈയിലെ അസ്ഥികളുടെ എണ്ണം 30 ഒരു കൈയിൽ 30 അസ്ഥിയാണുള്ളത്. അങ്ങനെ 2 കൈയിലായിട്ട് 60 അസ്ഥികളുണ്ട്. 2 കാലുകളിൽ കൂടിയുള്ള ആകെ അസ്ഥികൾ എത്രയാണ്? 60 തന്നെയാണ്. ഒരു കാലിൽ 30, അങ്ങനെ 2 കാലുകളിലുള്ള അസ്ഥികളുടെ എണ്ണം എത്രയാണ്? 60. തോൾ വലയത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? തോൾ വലയത്തിൽ 4 അസ്ഥികളാണുള്ളത്. നമ്മുടെ തോൾ വലയത്തിൽ എത്ര അസ്ഥികളാണുള്ളത്? 4 അസ്ഥികളാണ് ഉള്ളത്. കോളർ ബോൺ എന്നറിയപ്പെടുന്ന തോൾ വലയത്തിലെ അസ്ഥിയാണ് ക്ലാവിക്കിൾ. അപ്പൊ കോളർ ബോൺ എന്നറിയപ്പെടുന്ന തോൾ വലയത്തിലെ അസ്ഥിയാണ് ക്ലാവിക്കിൾ. 2 അസ്ഥികൾ മാത്രം കാണപ്പെടുന്ന അനുബന്ധാസ്ഥികൂടത്തിലെ ഭാഗമാണ് ശ്രോണീവലയം. 2 അസ്ഥികൾ മാത്രം കാണപ്പെടുന്ന അനുബന്ധാസ്ഥികൂടത്തിലെ ഭാഗമാണ് ശ്രോണീവലയം. അനുബന്ധാസ്ഥികൂടത്തിലെ ആകെ അസ്ഥികൾ 126. അനുബന്ധാസ്ഥികൂടത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 126. റേഡിയസ്, അൽന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? നമ്മുടെ കൈയാണ്. നമ്മുടെ കൈയിലാണ് റേഡിയസ്, അൽന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ് എന്നീ അസ്ഥികൾ കാണപ്പെടുന്ന ഭാഗമാണ് കൈ. കാലിലെ അസ്ഥികൾ ഏതെല്ലാമാണ്? ഫീമർ, ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്, പാറ്റല്ല. അപ്പൊ കാലിലെ അസ്ഥികൾ ഏതൊക്കെയാണ്? ഫീമർ, ടിബിയ, ഫിബുല, ടാർസൽസ്, മെറ്റാടാർസൽസ്, ഫലാഞ്ചസ്, പാറ്റല്ല. എന്താണ് പാറ്റല്ല? അതായത് കാൽമുട്ടിലെ ചിരട്ട, അത് നമ്മുടെ മുട്ടുചിരട്ടയാണ് നമ്മൾ പാറ്റല്ല എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ, തുടയെല്ല്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ അല്ലെങ്കിൽ തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ്. അപ്പൊ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? നമ്മുടെ ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. അപ്പം കാൽമുട്ടിലെ ആണെങ്കിൽ പാറ്റല്ല. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ, തുടയെല്ല്. മനുഷ്യരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ചെവിക്കുള്ളിലെ സ്റ്റേപ്പീസ്. ആന്തരകർണത്തിലെ മറ്റ് അസ്ഥികൾ ഏതെല്ലാമാണ്? മാലിയസ്, ഇൻഗസ്. ആന്തരകർണത്തിലെ മറ്റ് അസ്ഥികളാണ് മാലിയസ്, ഇൻഗസ്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ടെൻഡൻ. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നതാണ് ടെൻഡൻ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് സന്ധികൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സന്ധികളാണ്. ചലന വൈവിധ്യങ്ങൾക്ക് കാരണം എന്താണ്? ചലന വൈവിധ്യങ്ങൾക്ക് കാരണം സന്ധികളിലെ വൈവിധ്യമാണ്. ചലന വൈവിധ്യങ്ങൾക്ക് കാരണം എന്താണ്? സന്ധികളിലെ വൈവിധ്യമാണ്. വിവിധ അസ്ഥിസന്ധികൾ ഏതൊക്കെല്ലാമാണ്? വിവിധ അസ്ഥിസന്ധികളുണ്ട്. അവ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ കീലസന്ധി, വിജാഗിരി സന്ധി, ഗോളര സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. കീലസന്ധി, വിജാഗിരി സന്ധി, ഗോളര സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി. ശരീരഭാഗത്തെ നാനാവശത്തേക്കും തിരിക്കാൻ കഴിയുന്ന സന്ധി അറിയപ്പെടുന്നതാണ് കീലസന്ധി. ശരീരഭാഗത്തെ നാനാവശത്തേക്കും തിരിക്കാൻ സഹായിക്കുന്ന സന്ധിയാണ് കീലസന്ധി എന്ന് പറയുന്നത്. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സന്ധിയാണ് കീലസന്ധി. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സന്ധി ഏത്? കീലസന്ധി. ഇനി എന്താണ് വിജാഗിരി സന്ധി? വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രമേ സാധ്യമാക്കത്തുള്ളൂ. വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനം മാത്രമേ സാധ്യമാക്കൂ. ഉദാഹരണം കൈമുട്ടും കാൽമുട്ടും ഒക്കെ വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ്. കൈമുട്ടും കാൽമുട്ടും വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ്. ഇനി ഗോളര സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന തരത്തിലുള്ള സന്ധി. ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്ന തരത്തിലുള്ള സന്ധിയാണ് ഗോളര സന്ധി. അതിനുദാഹരണമാണ് തോളിലെ സന്ധി, ഇടുപ്പിലെ സന്ധി. അപ്പൊ തോളിലെ സന്ധിയും ഇടുപ്പിലെ സന്ധി എന്നിവ ഏതുതരം സന്ധിക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ അത് ഗോളര സന്ധിക്ക് ഉദാഹരണമാണ്. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഗോളര സന്ധി. ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഗോളര സന്ധി. കാൽക്കുഴ ഏതുതരം സന്ധിക്ക് ഉദാഹരണമാണ്? തെന്നി നീങ്ങുന്ന സന്ധി. അപ്പൊ തെന്നി നീങ്ങുന്ന സന്ധിക്ക് ഉദാഹരണമാണ് കാൽക്കുഴ. മൂക്ക്, ചെവി തുടങ്ങിയ അവയവങ്ങളിൽ കാണുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് തരുണാസ്ഥികൾ. അപ്പൊ മൂക്കിലും ചെവിയിലും കാണപ്പെടുന്ന മൃദുവായ അസ്ഥികൾ അറിയപ്പെടുന്നത് തരുണാസ്ഥികൾ എന്നാണ്. സന്ധികളിൽ
അസ്ഥികൾക്ക് ഉണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നതാണ് സ്ഥാനഭ്രംശം. സന്ധികളിൽ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നതാണ് സ്ഥാനഭ്രംശം. അസ്ഥികൾക്കുണ്ടാകുന്ന ഒടിവ് അറിയപ്പെടുന്നതാണ് അസ്ഥിഭംഗം. അപ്പം അസ്ഥികൾക്കുണ്ടാകുന്ന ഒടിവാണെങ്കിൽ അസ്ഥിഭംഗം, സന്ധികളിൽ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനമാറ്റമാണെങ്കിൽ സ്ഥാനഭ്രംശം. തലയോട്ടിയിൽ ചലനസ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ്. നമ്മുടെ തലയോട്ടിയിൽ ചലനസ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ്. ശരീരം നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥി നട്ടെല്ല്. നമ്മുടെ ശരീരം നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥി ഏതാണ്? നട്ടെല്ല്. സാർക്കോമ ബാധിക്കുന്ന ശരീരഭാഗം അസ്ഥി. സാർക്കോമ ബാധിക്കുന്ന ശരീരഭാഗം അസ്ഥി. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥിബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥിബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ്. അപ്പൊ തലയോട്ടിയിലെ ചലനസ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ്. ശരീരം നിവർന്നു നിൽക്കാൻ സഹായിക്കുന്ന അസ്ഥി നട്ടെല്ലാണ്. സാർക്കോമ ബാധിക്കുന്ന ശരീരഭാഗം അസ്ഥിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അസ്ഥിബാങ്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെന്നൈയിലാണ്. നമ്മളിന്ന് പഠിച്ചത് അസ്ഥിവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. തുടർന്നും ഇതുപോലുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പരമാവധി ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കുകയും ചെയ്യണം. താങ്ക്